പാണ്ഡ്യന്റെ മകനായിട്ട് ജനിക്കുകയും കേരളത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കേരളത്തിൽ സദാസമയവും ചൈതന്യം ചെയ്യുന്ന ആ ഭഗവാനെ തന്നെയാണ് നിങ്ങൾ ഈ ശ്രീകോവിൽ പോയി കാണുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ അമ്പലം നമുക്കൊന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്ത് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നതിനേക്കാൾ മഹത്തരമായിട്ടുള്ള ഒരു ദാനവും വൈശാഖകാലത്ത് ഇല്ല എന്നാണ്. രണ്ടാമത് പറയുക കൊടയാണ്, ഛത്രം, അംബ്രല. മൂന്നാമത് ചെരുപ്പ്. വെച്ചാൽ ചൂടുള്ള സമയം ഇതിനെ നേരിടാൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റും അത് കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് ഈ ജലം ദാനം ചെയ്യുക എന്നുള്ളൊരു സങ്കല്പത്തിൽ എടുത്താലും ആ കുളം നന്നാക്കാൻ ഏറ്റവും പറ്റിയ സമയം എന്താ? പിന്നെ അതിലുണ്ടാവുന്ന ജീവജാലങ്ങൾക്കൊക്കെ ഒരു അഭയസ്ഥാനമായിട്ട് അത് മാറും. അതുകൊണ്ട് അത് പരമാവധി നിങ്ങൾ അതിനൊരു വലിയ ഒരു മുൻഗണന കൊടുക്കണം എന്നാണ് പ്രഭാഷണത്തിലേക്കൊക്കെ പോണതിന് മുമ്പ് പറയാനുള്ളത്. കാരണം അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ തോന്നും അത് വളരെ ഉത്തമമായിരുന്നു ആ ഒരു തീരുമാനം എന്നുള്ളത്. പിന്നെ ഫണ്ടിന്റെ ഷോർട്ടേജ് മാത്രമാണ് അതിങ്ങനെ മുടങ്ങി കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും കൂടി കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ലൊരു ജലാശയം നമ്മുടെ ക്ഷേത്രത്തിനോട് ചേർന്ന് നമുക്ക് രൂപീകരിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരു ക്ഷേത്രം, ഇപ്പൊ പറഞ്ഞു സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും പരമാവധി പങ്കാളികളാവുക എന്നുള്ളതാണ് ദേശത്തുള്ള ആളുകളുടെ ധർമ്മം. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ബഹുതമാശയാണ്. ഇപ്പൊ ഗുരുവായൂരപ്പനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന അത്ര, അല്ലെങ്കിൽ മഹാദേവനെ കുറിച്ച് സംസാരിക്കുന്ന അത്ര, അല്ലെങ്കിൽ ഭഗവതിയെ കുറിച്ച് സംസാരിക്കുന്ന അത്ര അത്രയും ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും സ്വാമിയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പറയുമ്പോ ഈ പറഞ്ഞ മൂർത്തികളെക്കാൾ നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആള് സ്വാമിയാണ്. ഇപ്പൊ ഞാൻ ഗുരുവായൂരപ്പനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് എനിക്ക് 5000 വർഷം പുറകിലേക്കുള്ള പ്രിവിലേജ് ഉണ്ട്. ഭഗവാൻ നമ്മുടെ ഇടയിൽ നിന്ന് കൃഷ്ണാവതാര ലീലയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയിട്ട് 5000 കൊല്ലം കഴിഞ്ഞു എന്നാണ്. എന്നാൽ അയ്യപ്പ സ്വാമിയിലേക്ക് വരുമ്പോ ഏകദേശം 500-600 വർഷം പുറകിലേക്ക് മാത്രം പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം കൺസേൺഡ് ആയിരിക്കണം, വളരെയധികം വിജിലന്റ് ആയിരിക്കണം. ഭഗവാനെ ആരാധിക്കുമ്പോഴും ആ പാരമ്പര്യം ഉണ്ടാവണം എന്നാണ്. എന്ത് ലൈസൻസും എടുക്കാൻ പറ്റുന്ന ഒരു മൂർത്തിയല്ല ഭഗവാൻ. അദ്ദേഹം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വത്താണ്. കേരളത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു വരദാനങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥാവകാശം സ്വാമിയുടെ. എല്ലാവരും നമ്മുടെ സ്വന്തമാണെങ്കിലും സ്വാമി നമ്മുടെ സ്വന്തമാണെന്ന് കുറച്ചുകൂടെ ഉറക്കെ പറയാം. കാരണം ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ധ്യാന ശ്ലോകത്തിൽ തന്നെ പറയാനുള്ളത് പാണ്ഡ്യേശ വംശതിലകം കേരളേ കേളി വിഗ്രഹം എന്നാണ്. പാണ്ഡ്യന്റെ മകനായിട്ട് ജനിക്കുകയും കേരളത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കേരളത്തിൽ സദാസമയവും ചൈതന്യം ചെയ്യുന്ന ആ ഭഗവാനെ തന്നെയാണ് നിങ്ങൾ ഈ ശ്രീകോവിൽ പോയി കാണുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ അമ്പലം നമുക്കൊന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്ത് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അത് അദ്ദേഹം ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ മഹത്വം കൂടുതലാണ്. നമുക്ക് കുറെ സീരിയലുകളും സിനിമയൊക്കെ കണ്ടിട്ട് സ്വാമിയെ കുറിച്ച് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, സ്വാമി എന്താന്നുള്ളത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ അതിനൊന്നും തകർക്കാനായിട്ട് അവതരിച്ച അവതാരമൊന്നുമല്ല. പക്ഷെ അത് മാത്രമല്ല സ്വാമി എന്ന് പറയാനാണ് ഞാൻ ഏകദേശം 1.5 മണിക്കൂർ സമയം ഇനി ഇവിടെ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ ഞാൻ 1.5 മണിക്കൂർ സംസാരിക്കുന്നത്? നാരായണ, എനിക്ക് വലിയ കൂളറൊക്കെ ഉണ്ട്. വ്യാസൻ അവിടെ നിന്ന് പറഞ്ഞ ഞങ്ങൾ ഇവിടെ നിന്ന് മുഴുകുക എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ. പക്ഷെ ഭഗവാന്റെ അടുത്തിരിക്കുമ്പോ കിട്ടുന്ന ഒരു സമാധാനം, ഇത് തന്നെ ഒരു തരത്തിൽ ഉപാസന. ഉപാസന എന്നുള്ള വാക്കിന്റെ അർത്ഥം അടുത്തിരിക്കുക എന്നാണ്. ഉപാസന എന്നാണ് അടുത്തിരിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു തരത്തില് ഒരു ഉപാസന തന്നെയാ. ഭഗവാന്റെ അടുത്തിരിക്കണം, എന്നിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കണം. ഇപ്പൊ ഈ സ്വാമി എന്ന് ഞാൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടോപ്പിക് തുടങ്ങേണ്ടത് ഭഗവാന്റെ ഒരു മൂർത്തി സങ്കല്പത്തെ കുട്ടികൾക്ക് അടക്കം മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ഒരു ചെറിയ കുട്ടിയാവുമ്പോൾ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയിട്ട് അതാ അയ്യപ്പൻ, അതാ സ്വാമി, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ അതാ തമ്പാട്ടി എന്നൊക്കെ പറയും. അങ്ങനെ കാണിച്ച് വളർന്ന് വരുന്ന സമയത്ത് അവനത് ഈശ്വരനാണ്. അത് ഏത് ഈശ്വരൻ എന്നുള്ളത് രണ്ടാമതാണ്. ഓരോ ക്ഷേത്രവും അതാത് ദേവതയുടെ വാസസ്ഥാനമായിട്ടാണ് കണക്കാക്കുക. ഇപ്പൊ ഈ അമ്പലം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന സ്വാമിയുടെ വീടാണ്. ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ വീടാണ്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിരുമാന്താമംഗലം അമ്മ എന്ന് പറഞ്ഞാലും അത് ആ അമ്മമാരുടെ വീടാണ്. അവിടെ ഉള്ള ആളെ കാണാൻ അവിടെ തന്നെ വരണം.
അതാണ് പ്രശ്നം. ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിന് സമമായിട്ടില്ല എന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിന് തുല്യത എന്നല്ല ഞാൻ പറയണത്, അത് എൻറ്റയർലി വേറൊരു സിസ്റ്റത്തിൽ ബിൽഡ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. വേറെ സമ്പ്രദായം അവിടെ ഉള്ളത്. കാരണം ആ ക്ഷേത്രത്തിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കണം തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആള് തന്നെയാണ്. അതാണ് ആ അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഈ അമ്പലം, നമ്മുടെ വെമ്മൻ അമ്പലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ തന്ത്രസമുച്ചയം അനുസരിച്ച് അല്ലെങ്കിൽ ശേഷസമുച്ചയം അനുസരിച്ച് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിനനുസരിച്ച് നമ്മുടെ അമ്പലം വർക്ക് ചെയ്യണത്. പക്ഷെ ശബരിമല ക്ഷേത്രം വർക്ക് ചെയ്യണത് സ്വാമി പറഞ്ഞ നിയമങ്ങൾക്ക് അനുസരിച്ചത്. ആരൊക്കെ എന്നെ കാണാൻ വരണം, എത്ര കാലം വ്രതം എടുക്കണം, എങ്ങനെയാണ് എന്നെ കാണാൻ വരേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞൊരു റൂൾസ് ഉണ്ട്. അത് അദ്ദേഹം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിന്റെ സങ്കല്പത്തെക്കുറിച്ച്, ഭാവത്തെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള കൃഷ്ണൻ ആയിരിക്കില്ല ഗുരുവായിരിക്കുന്നത്, ഉറപ്പാണ്. ഗുരുവായിരിക്കുന്ന കൃഷ്ണൻ തന്നെയാണല്ലോ രണ്ടാമത്തെ കോൺസെപ്റ്റ്, രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് നമ്മളിപ്പോ പോകില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാണാം, പക്ഷെ എന്താ പ്രശ്നം അറിയോ? ഐഡന്റിറ്റി പോവും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. ഇപ്പൊ എനിക്കറിയാം എന്റെ അമ്മയുടെ അടുത്ത് എപ്പോ പോയി സംസാരിച്ചാലും അമ്മ ഏറ്റവും നല്ല മൂഡിലുള്ളത്. അപ്പൊ പോയി ചോദിച്ച കാര്യങ്ങൾ കിട്ടും. എനിക്ക് തന്നെ അറിയാം എന്റെ അമ്മ നടക്കണ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് പോയാൽ ബുദ്ധിമുട്ടാണ്. അത്രയധികം അദ്ദേഹത്തിനെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ആ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തിരിക്കുന്ന ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ മനസ്സിലാക്കാൻ സാധിക്കണം. അതിൽ നിന്ന് തുടങ്ങിയാൽ മതി. അല്ലാതെ മഹാക്ഷേത്രങ്ങളിൽ പോയി അവിടത്തെ നെയ്യ് സേവിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും, അവിടെ തൊട്ടിൽ കെട്ടിയാൽ ഇത് കിട്ടും, അതൊക്കെ രണ്ടാമത്. അവനവന്റെ ദേശത്തെ അമ്പലത്തിനെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഇവിടെ പൊന്മല അയ്യപ്പ ക്ഷേത്രം നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അകത്തിരിക്കുന്ന മൂർത്തി എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയുടെയും മൂലസ്വരൂപമായിട്ടുള്ള ശാസ്ത്രമാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടിയോട് തന്നെ നിങ്ങളോട് കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കട്ടോ, എന്ത് ഈ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത് ആരാ? അപ്പൊ നിങ്ങൾ പറയും അത് ഭഗവാന്റെ ഭാര്യയും മകനുമാണ്. നിങ്ങളല്ലേ പറയുന്നത് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പൊ അത് കാലങ്ങളായിട്ട് ഇവിടെ അങ്ങനെ വിശ്വസിച്ചാൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പറയണത്. അത് ആരുടെ പ്രശ്ന? നമ്മൾ അത് അന്വേഷിച്ച് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ അമ്പലത്തിൽ തിരുമേനി പറഞ്ഞു തരാത്തോണ്ടോ തന്ത്രി പറഞ്ഞു തരാത്തോണ്ടോ മഹാത്മാക്കൾ പറഞ്ഞു തരാത്തോണ്ടോ നമ്മൾ അങ്ങോട്ട് ചോദിച്ചില്ല, അല്ലെ? ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ വളരെ റെലവന്റ് ആണ്. ഇതേ കോഴിക്കോട് ജില്ലയില് ഞാൻ പ്രഭാഷണം നടത്തി കഴിഞ്ഞ വൃശ്ചിക മാസത്തിൽ, ഞാൻ ജീവിതത്തിൽ മറക്കില്ല ആ സ്റ്റേജ്. ഒരു കുട്ടി ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ഏട്ടാ അവിടെ വരുമ്പോ കാണുന്നുണ്ട്. ആ ആൾക്കാർക്ക് ഇവിടെ തന്നെ ഉണ്ട് വിചാരിക്കുന്നു. ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ മെസ്സേജ് ഞാൻ നോക്കിയിട്ടുണ്ടല്ല, അന്ന് രാവിലെ നോക്കിയ സമയത്ത് കുറെ മെസ്സേജ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഏറ്റവും അവസാനത്തെ മാത്രം നോക്കി റിപ്ലൈ ചെയ്യാന്നുള്ളതാണ് പതിവിൽ നമുക്ക് ചെയ്യാൻ. ഏട്ടാ അന്ന് ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്, എനിക്ക് ഒന്ന് രണ്ട് സംശയമുണ്ട്, അത് തീർത്തു തരണം എന്നാ പറഞ്ഞു. ആ കുട്ടി വളരെ ചിന്തിച്ച് ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് ആദ്യം അമ്പലത്തിൽ പോയി തൊഴുത് പ്രഭാഷണം കേൾക്കണതിന് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് പല കാര്യങ്ങളും നോട്ട് ചെയ്യുന്നത് കണ്ടു. പ്രഭാഷണം കഴിഞ്ഞിട്ട് ആ കുട്ടി പുറത്തേക്ക്, ഞാൻ ഇവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ വന്നു. കുട്ടി നമസ്കരിക്കാൻ നോക്കി, നമസ്കരിക്കണ്ടെന്ന് പറഞ്ഞു. എന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഏട്ടാന്ന് പറഞ്ഞു. മോളെ ചോദിച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടി എടുത്ത വഴിക്ക് ആദ്യം ചോദിച്ച ചോദ്യം, ഏട്ടാ ഈ സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ത്രികാലജ്ഞാനി ആയിട്ടുള്ള ഭഗവാനല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ആണ്. സ്വാമി എന്ന് പറഞ്ഞാൽ പരബ്രഹ്മാണ്, താരക പരബ്രഹ്മം എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് ചെയ്യുക. അതിന്റെ മുകളിലൊരു ത്രികാലജ്ഞാനി ഇല്ല. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു അങ്ങനെ തന്നെയാണ് മോളെ എന്ന്. അപ്പൊ ആ കുട്ടി ഒന്നും കൂടെ ഉറപ്പിക്കാനായിട്ട് എന്നോട് ചോദിച്ചു, അങ്ങനെ സ്വാമിക്ക് അപ്പോ ഈ ഭൂതം ഭാവി വർത്തമാനം എന്താന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവില്ല ഏട്ടാ? അതിനാണല്ലോ ഒന്ന് ത്രികാലജ്ഞാനി എന്ന് പറയണത് മോളെ. ഞാൻ തിരിച്ചങ്ങോട്ടും ചോദിച്ചു. പിന്നെ ആ കുട്ടി എന്നോട് ഇങ്ങനെ നെഞ്ചൊക്കെ വെത്തി, അന്നപ്പോ ഇയാളെ ഇപ്പൊ ഒന്ന് തോപ്പിക്കാം, അങ്ങനെയല്ല, വളരെ ഭവ്യതയോടുകൂടി കൈ കൂപ്പിക്കൊണ്ട്, ഏട്ടാ ഞാൻ പറയുന്നതിൽ വേറെ ഒന്നും തോന്നരുത്, അങ്ങനെയുള്ള ത്രികാലജ്ഞാനിയായിട്ടുള്ള ഭഗവാൻ അറിയില്ലേ ഭഗവാൻ ഒരു കാലത്തും കല്യാണം കഴിക്കില്ല എന്ന്? പിന്നെ എന്തിന് ഒരു പെൺകുട്ടിക്ക് വാക്കു കൊടുത്തു, എന്നെ കാണാൻ ഒരു കന്യയ്യപ്പന്മാരും വരാത്ത കാലത്ത് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം. അപ്പൊ ഭഗവാൻ ചെയ്ത സത്യത്തിന്റെ വാല്യൂ എത്രയെന്നാണ് എന്നോട് ചോദിച്ചത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോദ്യമാണ്, എത്ര റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇത് അഹമ്മദിയാണ്, ഇത് പുരോഗമനമാണ് നിങ്ങൾക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ ചെയ്യാം. ആ ചോദിച്ച ചോദ്യത്തിന് അഡ്രസ് ചെയ്യാൻ ചെയ്യാം. പക്ഷെ അഡ്രസ് ചെയ്യണമെങ്കിൽ അറിവ് വേണം.
തള്ളിക്കളയാൻ ഒരറിവും വേണ്ട, നോൺസെൻസ് എന്ന് പറഞ്ഞാൽ മതി, വളരെ എളുപ്പമാണ്. നമ്മുടെ കുട്ടികൾ ചോദിക്കാറില്ലേ, തൂണിലും നെരുമ്പിലും ഈശ്വരനുണ്ട്, പിന്നെ എന്തിനാ അമ്പലത്തിൽ പോയി നോക്കുമ്പോൾ നമ്മളെന്താ പറയാ, പണ്ടേ എങ്ങനെയാ? അത് മനസ്സിലാക്കാനുള്ള അറിവ്, അത് ലഭ്യമായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടായിട്ടും അത് സ്വീകരിക്കാതിരിക്കുക എന്ന് പറയണത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നേരത്തെ സംസാരിച്ച ശ്രീധരേട്ടനെയൊക്കെ പോലെയുള്ള മഹാത്മാക്കളൊക്കെ അദ്ദേഹത്തിനോട് ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ സ്വാമിയെ കുറിച്ച് നിരവധിയായിട്ടുള്ള കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ഗുരുജനങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടിൽ ഒന്നിന്റെയും കുറവില്ല. ഇവിടെ നിങ്ങളുടെ ഇടയിൽ തന്നെ സ്വാമിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പ്രായത്തിന്റെ അത്ര സ്വാമിയെ കുറിച്ച് അറിയുന്ന ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ തന്നെ തെരയാൻ കിട്ടും. പുറത്തുനിന്ന് പ്രഭാഷകരൊന്നും വരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഇടയിൽ തന്നെ ഗുരുസ്വാമിമാരുണ്ടാവും. അവരോട് ചോദിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവനവന്റെ ദേശത്തിരിക്കുന്ന ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പ്രസരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ചോദ്യത്തിലേക്കും ആ കുട്ടിക്ക് എന്ത് ഉത്തരം കൊടുത്തതിലേക്ക് നമുക്ക് പിന്നീട് പോവാം. അത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത് അത്യന്തികമായിട്ട് അദ്ദേഹം ശാസ്താവാണ്. ശാസ്താവിന്റെ ദാമ്പത്യ ഭാവത്തിലുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഗാർഹസ്ഥ്യ ഭാവത്തിലുള്ള ക്ഷേത്രമാണ് നിങ്ങളുടെ അമ്പലം. ദാമ്പത്യ ഭാവം വേറെ ഉണ്ട്. അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ മൂർത്തിയെയാണ് പൊതുവിൽ ഈ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന പേരിലേക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യാറുള്ളത്. ശാസ്താവ് നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല. നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടുള്ള മൂർത്തിയല്ല. വേദപാരമ്പര്യം അനുസരിച്ച് ശാസ്താവ്, അദ്ദേഹത്തിന് രണ്ട് പാരമ്പര്യം നമ്മൾ പറയും. ഒന്ന് ഈ ദാമ്പത്യ ഭാവവും ഒന്ന് ഗാർഹസ്ഥ്യ ഭാവവും. വെച്ചാൽ ഭാര്യമാരോട് കൂടിയിരിക്കുന്ന ഭാവമുണ്ട്, ഭാര്യയും മകനുമായിട്ടിരിക്കുന്ന ഭാവമുണ്ട്. ഇവിടെ ഉള്ളത് ഭാര്യയും മകനുമായിട്ടിരിക്കുന്ന ഭാവമാണ്. ഭഗവാന്റെ ഭാര്യയുടെ പേര് അത് നിങ്ങൾ പറയണം. എത്ര നേരം ഞാൻ പറഞ്ഞില്ലേ? ഭാര്യയുടെ പേരെന്താ? ഇവിടെ ഉള്ള ഭാര്യയുടെ പേര് മൂന്ന് ഭാഗങ്ങൾ കണ്ടിട്ടില്ലേ വിഗ്രഹത്തിൽ അല്ലെ? ഏറ്റവും നടുക്ക് കുറച്ച് വലിയ മുഖം, ഇപ്പുറത്തൊരാള്, ഇപ്പുറത്തൊരാള്. ഒരാളുടെ പേര്, ഭാര്യയുടെ പേര് പ്രഭ എന്നാണ്, മകന്റെ പേര് സത്യകൻ എന്നാണ്. അത് ഭാര്യയും മകനോടും കൂടിയിരിക്കുന്ന ശാസ്താവ്. ഇനി രണ്ട് ഭാര്യമാരോട് കൂടിയുള്ള വേറെ ശാസ്താവുണ്ട്. ഇതേപോലെ നമ്മൾ പൊതുവിൽ ശാസ്താവിനെ കാണാൻ മൂന്ന് ശിവലിംഗങ്ങൾ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും അല്ലെ അമ്പലങ്ങളിൽ പോകുമ്പോ. ആ രണ്ട് ഭാര്യമാരാരാ? ഒരാളുടെ പേര് പൂർണ്ണ, ഒരാളുടെ പേര് പുഷ്കല. സിമ്പിളാണ്. ഒന്നെങ്കിൽ പൂർണ്ണ പുഷ്കല സമേതനായിട്ടുള്ള ശാസ്താവ്, അല്ലെങ്കിൽ പ്രഭാ സത്യകൻ സമേതനായിട്ടുള്ള ശാസ്താവ്. ഇവിടെ ഉള്ളത് പ്രഭാ സത്യകൻ സമേതനായിട്ടുള്ള ശാസ്താവാണ്. ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താവ് പൂർണ്ണ പുഷ്കല സമേതനായിട്ടുള്ള ശാസ്താവും അല്ല, പ്രഭാ സത്യകൻ സമേതനായിട്ടുള്ള ശാസ്താവും അല്ല. അത് യോഗഭാവത്തിലുള്ള താപസ ശാസ്താവാണ് അവിടെ ഉള്ളത്, തപസ്സിരിക്കുന്ന ഭഗവാൻ. അപ്പൊ നിങ്ങൾക്ക് പറ്റി കൺഫ്യൂഷൻ ആവില്ല. ഈ അയ്യപ്പന്റെ അമ്പലത്തിൽ എല്ലാവർക്കും പോവാലോ, ആ അയ്യപ്പന്റെ അമ്പലത്തിലേക്ക് എന്താ എല്ലാവർക്കും പോവാത്തതെന്നുള്ള ചോദ്യം അവരോട് തീരും. ഞാൻ പറഞ്ഞത് ഈ ചോദ്യങ്ങളൊക്കെ ഇന്നും നാളെയും സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങളെ നേരിടാനുള്ള അറിവ് നമ്മൾ ഓരോരുത്തരും സ്വായത്താക്കുക എന്നുള്ളതാണ് ഈ ധർമ്മത്തിൽ ജനിച്ച നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. അപ്പൊ ഇവിടെ ഉള്ള ഭഗവാൻ പ്രഭയോടുകൂടി സത്യകനോടുകൂടി ഇരിക്കുന്ന ഗാർഹസ്ഥ്യ ശാസ്താവാണ്. അങ്ങനെയുള്ള ഈവൻ ഗാർഹസ്ഥ്യത്തിലുള്ള ആളാണെങ്കിലും സ്വാമിയെ കാണാൻ പോണ സമയത്ത് ഏത് ഭാവത്തിലേക്ക് മാറിക്കൊള്ളണം? യോഗ്യാവണം. നമുക്ക് താല്പര്യത്തിനനുസരിച്ച്, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കിട്ടുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള പല അമ്പലങ്ങളിലെയും മൂർത്തികളെ പണ്ടത്തെ മഹാത്മാക്കൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഏറ്റുമാനൂരിരിക്കുന്നതും ശിവനല്ലേ, വൈക്കത്തിരിക്കുന്നതും ശിവനല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കേട്ടോ. ഏറ്റുമാനൂരിരിക്കുന്നത് അഘോര മൂർത്തിയായിട്ടുള്ള ശാരാഭമൂർത്തിയായിട്ടുള്ള മഹാദേവനാണ്. വൈക്കത്തിരിക്കുന്നത് ഉമാപതിയായിട്ടുള്ള ദാമ്പത്യ ഭാവത്തിലുള്ള ശിവനാണ്. രണ്ടും വലിയ വ്യത്യാസം. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ആന മുതലാളിയാണ് ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തിന് എത്ര ആനുള്ള ഒരാളും ഇല്ല എന്ന് വെച്ചിട്ട് ഗുരുവായൂരപ്പന് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആന കിട്ടുന്നു. ഇപ്പൊ ആനേനെ പ്രതീകാത്മകമായി നടയെടുത്ത ഏർപ്പാടൊക്കെയാണ് ഗുരുവായൂര്. 10 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേവസ്വത്തിന്റെ ഒരു ആനയെ കൊണ്ടിട്ട് അവിടെ നടയിരുത്താം. ആരെ പറ്റിക്കണേ ഗുരുവായൂരപ്പനെ? എന്തായാലും അത് വലിയ താല്പര്യം. ആന എത്ര കിട്ടിയാലും നല്ലതെന്നാണ് ഭഗവാന്റെ താല്പര്യം. അതേ കൃഷ്ണനല്ലേ തൃച്ചംബരത്തുള്ളതെന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ആനയെ കയറ്റി കഴിഞ്ഞാൽ വിവരം അറിയും. അവിടെ ആന കയറ്റില്ല.
അവിടെ ഈ കംസന്റെ കൊലയാനിയായിട്ടുള്ള കുവലയാ വീടം എന്ന് പറയുന്ന ആനയെ കൊന്നിട്ട് കൊമ്പും പിടിച്ചു നിൽക്കുന്ന കൃഷ്ണൻ അവിടുത്തെ പ്രതിഷ്ഠ. അവിടെ ആന അടുപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ഗുരുവായൂരപ്പൻ തന്നെ അല്ലേ, ആ ഗുരുവായൂരപ്പൻ തൊട്ട് കുറച്ച് ആന അങ്ങോട്ട് വിടാം, സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദേവതയ്ക്കും ഓരോ ഭാവമുണ്ട്. ആ ഭാവത്തിനനുസരിച്ച് വേണം ആ ദേവതയെ ആരാധിക്കാൻ. അപ്പോഴാണ് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു പുതിയ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോൺ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോഴേ നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും ഇൻസ്റ്റാഗ്രാം നോക്കാനൊക്കെ പറ്റുള്ളൂ. ആ ഏർപ്പാടന്നെ നമ്മൾ അമ്പലത്തിലും ചെയ്യണം. ആ ദേവതയെ കൂടുതലായിട്ട് മനസ്സിലാക്കുക. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു ചെറിയ പാഠം നിങ്ങളുടെ അറിവിന്റെ കൂടെ ചേർത്ത് വെച്ചാൽ മതി. ഞാൻ ഉള്ള കോൺസെപ്റ്റ് ഒന്നും കളയുന്നില്ല. അയ്യപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ പന്തളത്തെ കുട്ടി ആയിക്കോട്ടെ, വനവാസിയായിട്ടുള്ള യുവാവായിക്കോട്ടെ, കുറെ കോൺടാക്ട്സ് ഉണ്ട് സ്വാമിയെ കുറിച്ച്. എന്ത് തന്നെ ആയാലും അത് മനുഷ്യഭാവത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ ശാസ്താവിന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുകയും ചെയ്യുന്നത്. ആ അവതാര ഉദ്ദേശം പൂർത്തിയായ സമയത്ത് അദ്ദേഹം ശബരിമലയിൽ എത്തി അവിടെയുള്ള ശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നുള്ളതാണ് കഥ. അതോടുകൂടി ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താവിൽ എന്തിന്റെ ഭാവം കൂടെ വന്നു? ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള മണികണ്ഠന്റെ അല്ലെങ്കിൽ അയ്യപ്പന്റെ ഭാവം കൂടെ അവിടെ വന്നു. അവിടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ ഈ ഭഗവാന്റെ ശാസ്താ സങ്കല്പത്തിന്റെ കൂടെ മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ എന്നുള്ള ഭാവം കൂടെ കൂടുതൽ ചേർത്ത് പറയും. ഇവിടെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ മൂലസ്വരൂപം എന്ന് പറയുന്നത് ആരുടെയാണ്? ശാസ്താവിന്റെയാണ്. ഓരോ ഭാവത്തിൽ ഭഗവാനെ കാണാം. അപ്പൊ കുളത്തൂർ പുഴ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് കേരളത്തിൽ, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പല ആൾക്കാരും. അവിടെ ഇരിക്കുന്നത് ഈ ശാസ്താവേ അല്ല, അവിടെ ഇരിക്കുന്ന ശാസ്താവ് ബാലശാസ്താവാണ്, കുട്ടിയായിട്ടുള്ള അയ്യപ്പൻ. നിങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ടാവും, കുളത്തൂർ പുഴയിലെ ബാലകനെ അച്ഛൻ കോവിൽ ലാണ്ടവനെ എന്നൊക്കെ. ഇനി ശാസ്താവ് എന്നുള്ള പദം കൊണ്ട് സ്വാമി മാത്രമാണ് വിളിക്കപ്പെടുന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. അങ്ങനെയല്ല. ബ്രഹ്മശാസ്താവ് എന്നൊരു ഭാവമുണ്ട്, അത് മുരുകനാണ്. ബ്രഹ്മാവിനെ ശാസിച്ച ഭാവം. ഞാൻ സ്കൂളിൽ പോയിട്ട് വേദത്തിന്റെ ഓങ്കാരത്തിന്റെ അർത്ഥം എന്താണെന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു എന്നും ആ അദ്ദേഹത്തെ മുരുകൻ ശാസിച്ചു എന്നും ആ ഭാവത്തെയാണ് ബ്രഹ്മശാസ്താവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ശാസ്താവ് തന്നെ കുറെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ ദാമ്പത്യ ഭാവത്തിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് ഗാർഹസ്ഥ്യ ഭാവത്തിൽ ഇരിക്കുന്ന ഭഗവാനാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഈ ഏറ്റവും കൺസേൺഡ് ആയിട്ടുള്ള പേര് ഈ ശാസ്താവ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ ശരിക്കും? അയ്യപ്പൻ എന്ന് പറയരുതേ. ഇപ്പൊ കൃഷ്ണൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഗുരുവായൂരപ്പൻ എന്നല്ല, കറുത്ത നിറത്തോട് കൂടിയവനെന്നോ അല്ലെങ്കിൽ ആകർഷിക്കുന്നവനെന്നോ അതിനർത്ഥമുണ്ട്. രാമൻ എന്നുള്ള പദത്തിന് അയോധ്യാപതി എന്ന് മാത്രമല്ല അർത്ഥം, രമിപ്പിക്കുന്നവെന്ന് അതിനർത്ഥമുണ്ട്. ഗണപതി എന്ന് പറഞ്ഞാൽ ശിവന്റെ കുട്ടി അല്ലെങ്കിൽ ആനത്തലുള്ള ഒരു ദൈവം എന്ന് മാത്രമല്ല, ഗണങ്ങളുടെ പതി എന്നതിനർത്ഥമുണ്ട്. ഈ ശാസ്താവ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? പെട്ടെന്നായിക്കോട്ടെ. ശാസ്താവ് എന്നുള്ള പദത്തിന്റെ അർത്ഥം പഠിപ്പിക്കുന്നവൻ എന്നാണ്. ശാസിതാവ്, ദോസ് ഹു ടീച്ച് ആണ് ശാസ്താവ്. അത് ഏത് ശാസ്താവിലും ആ ഭാവമുണ്ട്. ഏത് ഭാവം? ഈ ഗുരുനാഥ ഭാവം. പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ്. എന്ത് പഠിപ്പിക്കാൻ? പ്രത്യേകിച്ച് ഭഗവാൻ പഠിപ്പിക്കുക ചര്യയാണ്, ശീലം. അത് പഠിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ. കാരണം ചര്യ നന്നാക്കാണ്ട് ജീവിതം നന്നാവില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഒരാളുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യണം? ഇന്നിപ്പോ നമ്മൾ പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് ഡയറ്റീഷ്യനെ കണ്ട് ഇത്ര മണിക്ക് എണീറ്റ് ഇത്ര മണിക്ക് ഉറങ്ങി ഈ ഫുഡ് കഴിച്ച് ഈ പ്രോട്ടീൻ കഴിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഇത് പ്രാചീന കാലം മുതലേ യോഗി ഭാവത്തിലുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ച് കൊടുത്തിരുന്ന ആൾക്കാരെ വിളിച്ചിരുന്ന പേരായിരുന്നു ശാസ്താവ്. അതിൽ ആദ്യത്തെ ആളെ പേരാണ് ആദിശാസ്താവ്. അദ്ദേഹത്തെയാണ് നമ്മൾ സ്വാമി എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താ? പഠിപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ട് നമ്മൾ പൊതുവിൽ കാണുന്ന ഈ അമ്പും വില്ലും അല്ലെങ്കിൽ ചുരികയൊന്നും അല്ല എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ശാസ്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ചൂരനാണത്രേ, വടി. എന്തിന്? അടിച്ചു പഠിപ്പിക്കാൻ. സ്വാമി അടിച്ചു പഠിപ്പിക്കുന്ന ആളാണ്. അടിച്ച് ധർമ്മം പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? ധർമ്മശാസ്താവ് എന്ന് വിളിക്കുന്നു. ഇനി അതേ ശാസ്താവ് കുതിരയുടെ പുറത്ത് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? അശ്വാരൂഢ ശാസ്താവ് എന്ന് വിളിക്കുന്നു. ഒക്കെ ഒരു ശാസ്താവ് തന്നെയാണ്. ആ ശാസ്താവിന്റെ ഭാവം മാറുന്നതിനനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ഉത്തമം, ഇവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ദേഷ്യമൊക്കെ തോന്നും, എങ്കിലും
ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ നല്ല ഹൈവേ ഒക്കെ വന്നുകൊണ്ട് ഗുരുവായൂർ പോകാൻ എളുപ്പം. അപ്പൊ നാളെ രാവിലെ ഞാൻ വീണ്ടും ഗുരുവായൂർ തന്നെ പോണേ. ഈ ഹൈവേ വലിയ ഉപകാരമായിരുന്നു. ഈ പുതിയ റോഡ് സന്തോഷം ആരൊക്കെ ഉണ്ടാക്കി തന്നാണെങ്കിലും കോഴിക്കോട് ഇടയ്ക്കിടയ്ക്ക് വരണോണ്ട് തിരിച്ച് ഗുരുവായൂർക്ക് പോകാൻ ഇത്രയും നല്ലൊരു സൗകര്യം സന്തോഷം. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും. ഇപ്പൊ ഇവിടുന്ന് ഗുരുവായൂർ പോകുമ്പോൾ നിങ്ങൾ കോഴിക്കോട്ടുകാരൊക്കെ എങ്ങനെ പതിവ്? വിത്ത് ഫാമിലി അങ്ങനല്ലേ പോകാൻ ഗുരുവായൂർക്ക്? പരമാവധി അങ്ങനെ പോകാൻ ശ്രമിക്കും അല്ലെ? ഇപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് അങ്ങോട്ട് താഴത്തേക്കുള്ള ജില്ലകളിലേക്കൊക്കെ പോണ സമയത്ത് എറണാകുളത്തിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഈ ആലപ്പുഴ, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം ഇവരൊക്കെ വിത്ത് ഫാമിലി മാത്രമേ ഗുരുവായൂർ പോകുള്ളൂ. കാരണം നമ്മളെപ്പോലെ ഓടിപ്പോകാൻ പറ്റില്ല അവർക്ക്. കൊല്ലത്തിലൊരിക്കലോ 2-3 മാസം കൂടുമ്പോഴൊരിക്കലൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ ട്രെയിൻ കയറിയിട്ട് ഗുരുവായൂർക്ക് വരിക. അപ്പൊ അവര് നിർബന്ധമായിട്ടും വിത്ത് ഫാമിലി പോകും. ഇപ്പൊ ഇവിടെ നമ്മൾ പഴനിക്ക് പോകുമ്പോൾ എങ്ങനെ പോകും? ഫാമിലി ആയിട്ട് പോകും. നമ്മൾ മൂകാംബിയേക്ക് പോകുമ്പോ എങ്ങനെ പോകും? ടാക്സി ഒക്കെ എടുത്തിട്ട് നമുക്ക് മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അതൊരു രസമാണ്. വിത്ത് ഫാമിലിയാണ് പോവാ. എന്താ സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ മാത്രം വിത്ത് ഫാമിലി വരാത്തത്? അത് ഭാര്യയ്ക്ക് ഒരു സമയമാണ്, ഭർത്താവിന് വേറൊരു സമയമാണ്. ഈ ഹോളിഡേ എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ, എല്ലാവർക്കും കൂടെ പൊതുവായിട്ട് അവധിയുള്ളൊരു ദിവസം. നിങ്ങൾ ശരിക്ക് ഈ ശാസ്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് ഫാമിലിയാണ് ഈ അമ്പലത്തിലേക്ക് വരേണ്ടത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഭഗവാന്റെ ഭാവം തന്നെ വിത്ത് ഫാമിലിയാണ്.